വീണ്ടും ലേൺ വിത്ത് അജ്മൽ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അബ് കഹാ ദൂസരേ കെ ദുഃഖ് സേ ദുഃഖി ഹോനെ വാലെ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ പോയി പാർട്ട് 1 കണ്ടിട്ട് വരിക. അത് കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടാലേ ഇത് മനസ്സിലാവും, കാരണം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റോറിയാണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു നമ്മുടെ ലേഖക് നിദ ഫാസ്ലി ആണെന്ന്. പിന്നീട് നമ്മൾ ഖുർആനിൽ സുലൈമാൻ അല്ലെങ്കിൽ ബൈബിളിൽ സോളമൻ എന്ന പേരുള്ള ഒരു രാജാവിൻ്റെ ഒരു കഥയാണ് കണ്ടത്. ഇനി അടുത്തായിട്ട് നമ്മൾ മറ്റൊരു കഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ ऐसी एक घटना, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ऐसी एक घटना का जिक्र जिंदी भाषा के महाकवि शेख अयास ने अपनी आत्मकथा में किया है. അപ്പോൾ ऐसी एक घटना, ऐसी എന്ന് വെച്ചാൽ അതുപോലെ ഒരു ഘടന എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ്, ഒരു സംഭവം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സംഭവം സോളമൻ്റെ ആയിരുന്നു. അതെന്താണെന്ന് അറിയാൻ പാർട്ട് 1 കാണുക. അപ്പോൾ സോളമൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് പോലെ തന്നെ കാസിക്ർ, അതിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ പോലുള്ള മറ്റൊരു ഇൻസിഡൻറ്റിൻ്റെ സിക്ർ, വർണ്ണനം. സിന്ധി ഭാഷാക്കെ മഹാകവി, സിന്ധി ഭാഷയിലെ മഹാകവി ഷേഖ് അയാസ് നെ അപ്നി ആത്മകഥാമേ കിയാ ഹെ. ഷേഖ് അയാസ് എന്ന് പറയുന്ന ഒരു മഹാകവി തൻ്റെ ആത്മകഥയിൽ, തൻ്റെ സ്വന്തം കഥ ബുക്കായിട്ട് എഴുതിയ സമയത്ത് അതിൽ അദ്ദേഹം നമ്മൾ സോളമൻ്റെ ഒരു ഇൻസിഡൻറ്റ് കണ്ടല്ലോ, അതേ സെയിം അതുപോലെയൊക്കെ ഉള്ളൊരു ഇൻസിഡൻറ്റിനെ അതിൻ്റെ അകത്ത് അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അത് ഷെയ്ഖ് അയാസ് എന്ന മഹാകവിയുടെ പിതാവിനെ കുറിച്ചുള്ളൊരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയേക്കുന്നത്. ഉനോനെ ലിഖാഹെ, അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഏക് ദിൻ ഉൻകെ പിതാ, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അച്ഛൻ, പണ്ടത്തെ കാലമാണ്, കുവേ സേ നഹാക്കർ ലൗട്ടെ. അപ്പോൾ കിണർ, അപ്പോൾ പണ്ട് എല്ലാ വീട്ടിലും കിണർ കാണണമെന്നില്ല, അപ്പോൾ ചിലപ്പോൾ ഒരു പൊതു കിണറായിരിക്കാം. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഷെയ്ഖ് അയാസിൻ്റെ ഒരു സിന്ധി ഭാഷയിലൊരു മഹാകവിയായിരുന്ന ഷെയ്ഖ് അയാസിൻ്റെ അച്ഛൻ കിണറ്റിൻ്റെ അവിടെ പോയി കുളിച്ചിട്ട് ലൗട്ടെ തിരിച്ചു വരികയായിരുന്നു. നഹാക്കർ എന്ന് വെച്ചാൽ കുളിച്ചിട്ട് ലൗട്ടെ തിരിച്ചു വന്നു. മാനെ ഭോജൻ പരോസ, അമ്മ ഭോജൻ ഭക്ഷണം, പരോസ വിളമ്പി. ഉനോനെ ജേസേ ഹി, അദ്ദേഹം പെട്ടെന്ന് തന്നെ റൊട്ടി കാ പീസ് തോട മുറിച്ചു. ഇപ്പോൾ റൊട്ടിയുടെ പീസ് കുറച്ച് മുറിച്ചു. ഉനി നസർ അപ്നി ബാജു പർ പടി, ഉൻകി നസർ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിലേക്ക് പെട്ടെന്ന് എത്തി. വഹാ ഏക് കാലാ ച്യോണ്ട, അവിടെ ഒരു കറുത്ത ചോണ്ട, ഒരു ചെറിയ പ്രാണി, രേങ്ക് രഹത, ഇഴയുകയായിരുന്നു, അല്ലെ പതുക്കെ നടക്കുകയായിരുന്നു, ഇഴയുകയായിരുന്നു എന്നാണ് അർത്ഥം. വ ഭോജൻ ചോടുകർ, അദ്ദേഹം കഴിക്കുന്ന നിർത്തിയിട്ട് ഉഡ് ഖടേ ഹുയെ, എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനെ പൂച്ച, അമ്മ ചോദിച്ചു, ക്യാ ബാത് ഹേ, എന്താണ് പ്രശ്നം? ഭോജൻ അച്ഛാ നഹി ലഗ, ആഹാരം നല്ലതല്ലായിരുന്നു. ഷെയ്ഖ് അയാസ് കെ പിതാ ബോലെ, ഷെയ്ഖ് അയാസ്, അദ്ദേഹം ആരാണ്? സിന്ധി ഭാഷയുടെ ഒരു മഹാകവിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു, നെഹി യേ ബാത് നെയ്യേ, അല്ല അതൊന്നുമല്ല കാര്യം, ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. മേനെ ഏക് ഘർ വാലേക്കോ ബേഖർ കരുതിയ, ബേഖർ എന്ന് വെച്ചാൽ വീടില്ലാത്ത ആൾ. അപ്പം ഞാൻ ഒരു വീടുള്ള ആളെ വീടില്ലാത്തവനാക്കി. ഉസ് ബേഖ്, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ കിണറ്റിൻ്റെ അവിടെ നിന്ന് കുളിച്ചിട്ട് തിരിച്ചു വന്ന സമയത്ത് അവിടെ താമസിച്ചിരുന്ന ഒരു പ്രാണിയെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്നു. കിണറ്റിലായിരിക്കാം താമസിച്ചത്. അപ്പോൾ അതിനെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ അത് വീടില്ലാത്തവനായി എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നത്. ഉസ് ബേഖർ കോ കുവേം പർ, ആ ഒരു വീടില്ലാത്ത ആളെ കുവേം പർ, കിണറ്റിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട്, കുവേം പർ ഉസ്കെ ഘർ ചോടിനെ ജാരഹാഹു, അപ്പോൾ ആ വീടില്ലാത്ത ആളെ കിണറ്റിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ കിണറ്റിലുള്ള അതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ ഞാൻ പോവുകയാണെന്നാണ് നമ്മുടെ ഷെയ്ഖ് അയാസിൻ്റെ അച്ഛനായിട്ടുള്ള അദ്ദേഹം പറയുന്നത്. അപ്പോൾ അടുത്ത ഇത് നോക്കാം, അടുത്തൊരു കഥ. ബൈബിൾ ഓർ ദൂസരെ പാവൻ ഗ്രന്ഥോമേ, ബൈബിളും അല്ലാതെ മറ്റ് പാവൻ
ഓണമുറ്റത്ത് എന്ന മലയാളം ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. പാവൻ, പാവനം, പരിശുദ്ധം. അപ്പോൾ ബൈബിൾ പിന്നെ മറ്റൊരു പരിശുദ്ധമായ ഒരു ഗ്രന്ഥവുമേ. മറ്റ് ബൈബിളിലും മറ്റ് പരിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും നൂഹ് നാം കെ ഏക് പേഗംബർ കാ സിക്ർ മിൽത്താ ഹെ. നൂഹ് എന്നു പേരുള്ള ഒരു പേഗംബർ. പേഗംബർ എന്ന് വെച്ചാൽ പല അർത്ഥങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സന്ദേശവാഹകൻ, അതായത് പ്രവാചകൻ, നബി എന്നൊക്കെ പറയുന്നതുണ്ട്. പിന്നെ അല്ലാതെ ശിഷ്യൻ, അങ്ങനെയുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിലേതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എൻ്റെ ഇതിൽ എനിക്ക് ആ ഒരു പ്രവാചകൻ എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ പറയാൻ വരുന്നത്. അപ്പോൾ ബൈബിളിലും മറ്റ് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നൂഹ് എന്നു പേരുള്ള ഒരു പൈഗംബർ, ഒരു പ്രവാചകൻ, കാ സിക്ർ, ഒരു പ്രവാചകനെ വർണ്ണിച്ചിട്ട് ഉണ്ട്. സിക്ർ മിൽത്താഹെ, വർണ്ണന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സിക്ർ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ കേട്ടു. സോളമൻ്റെ കഥ പോലെ മറ്റൊരു കഥ ഒരു ആത്മകഥയിൽ വർണ്ണിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് സിക്ർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഉൻക അസ്ലി നാം ലഷ്കർ ധ. അദ്ദേഹത്തിൻ്റെ അസലി, ഒറിജിനൽ പേര് ലഷ്കർ എന്നായിരുന്നു. ലേക്കിൻ അറബ് മേം, പക്ഷേ അറബി ഭാഷയിൽ ഉൻകോ നൂഹ് കെ ലഖബ് സെ യാദ് കിയാ ഹെ. നൂഹ് എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ പേരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും പേരല്ല, പിന്നീടൊരു പേര് മാറ്റിയിട്ടെന്നല്ല, ഖിതാബ് എന്ന് പറയും. ലഖബിൻ്റെ അർത്ഥം ഖിതാബ്. കിതാബല്ല, കിതാബ് എന്ന് വെച്ചാൽ ബുക്കാണ്. ഖിതാബ് അതായത് ഒരാളുടെ സ്വഭാവ ഗുണത്തിനനുസരിച്ച് അദ്ദേഹത്തിന് പേരിടുക. അപ്പോൾ പണ്ടത്തെ അറബിയിൽ ഖുറാനിലൊക്കെ നോക്കിയാൽ കാണാം, പല നബിമാർക്കും ഇതുപോലെ സ്വഭാവ ഗുണങ്ങൾ അനുസരിച്ച് പേരിട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മുഹമ്മദ് നബിക്ക് തന്നെ ഇഷ്ടംപോലെ പേരുകളുണ്ട്. അതുപോലെ തന്നെ സിദ്ദീഖ് എന്നുള്ളൊരു പേര്, അതിൻ്റെ അർത്ഥം സത്യസന്ധൻ, സത്യം മാത്രം പറയുന്നവൻ. ഇതുപോലെ അമീൻ, അങ്ങനെ അത് വിശ്വസ്തൻ, അങ്ങനെയൊക്കെയുള്ള കുറേ അർത്ഥങ്ങൾ വരുന്ന പേരുകൾ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവർക്ക് ലഭിക്കും. അതുപോലെ ലഭിച്ച പേരാണ് നൂഹ്. വ ഇസ്ലിയെ കി ആപ് സാരെ ഉമ്ര രോത്തെ ഹെ. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് ജീവിതം മുഴുവൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് കരയുന്നൊരു സംഭവമായിരുന്നു ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇസ്കാ കാരൺ ഏക് സഖ്മി കുത്താ ഹെ. ഇതിൻ്റെ കാരണം ഒരു സഖ്മി, അതായത് ഗന്ദ, ഒരു അഴുക്ക് നായയായിരുന്നു, അഴുക്കൊക്കെ പറ്റിയ ഒരു നായയായിരുന്നു. നൂഹ് കെ സാമനെ സെ ഏക് ബാർ ഏക് ഖായൽ കുത്ത ഗുസ്ര. നൂഹിൻ്റെ സമീപത്ത് ഏക് ബാർ, ഒരു പ്രാവശ്യം, ഏക് ഖായൽ കുത്ത, ഒരു മുറിവ് പറ്റിയ കുത്ത, നായ, ഗുസാര, കടന്നുപോയി. ഗുസറ നമ്മൾ നേരത്തെ കണ്ടു, ഫസ്റ്റ് പാർട്ടിൽ കണ്ടു. സോളമൻ അല്ലെങ്കിൽ സുലൈമാൻ ആ ഒരു രാസ്തയിൽ കൂടെ കടന്നു പോയപ്പോൾ നമ്മൾ പറഞ്ഞു ഗുസറാന്ന്. നൂഹിനെ ഉസെ ദുക്താർത്തെ ഹുയെ കഹ. നൂഹ് അതിനെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഴക്കായിട്ട് ഒരു ദേഷ്യത്തിൽ പറഞ്ഞു, ദൂർ ഹോ ജാ ഗന്ദേ കുത്തേ, ദൂരെ മാറിപ്പോകൂ അഴുക്ക് നായയെന്ന്. ഇസ്ലാമേ കുത്തോങ്കോ ഗന്ദാ സമജ്താ ജാത്താ ഹെ. ഇസ്ലാമിൽ നായകളെ അഴുക്കായിട്ട് അല്ലെങ്കിൽ ഹറാമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുക അല്ലെങ്കിൽ കാണുന്നത്. കുത്തേനെ ഉൻകി ദുത്കാർ സുൻകർ. ഈ ഒരു നായ അദ്ദേഹം പറയുന്നത് കേട്ട്, അദ്ദേഹം അപമാനിച്ചത് അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞത് കേട്ട് അതിന് മറുപടി കൊടുത്തു. ന മേ അപ്നി മർസീസെ കുത്താഹു. ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ടല്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഒരു നായയായത്. ന തും അപ്നി പസൻസെ ഇൻസാൻ ഹോ. നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഇൻസാൻ, മനുഷ്യൻ ആയത്. ബനാനെ വാല സബ്കാത്തോ വഹി ഏക് ഹേ. നമ്മളെ രണ്ടുപേരെയും സൃഷ്ടിച്ച, നമ്മളെ പടച്ചവൻ രണ്ടുപേർക്കും ഒരാൾ തന്നെയാണ് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ കുത്ത പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതിൻ്റെ ബാക്കി പാർട്സൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഹിറ്റ് ചെയ്യുക.